ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ജേണലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടത് സാറ്റർഡേ ആണ്. അപ്പോൾ 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് വീഡിയോയ്ക്ക്. അപ്പം ഞാൻ സാറ്റർഡേയിൽ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ സൺഡേ ഇടാമെന്ന്. ബട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെച്ചാൽ മൺഡേ എനിക്ക് ഇംഗ്ലീഷ് എക്സാമും പിന്നെ ഇന്ന് ട്യൂസ്ഡേ എനിക്ക് ബേസിക് സയൻസ് ആൻഡ് ബാക്കി 3 കലാപ്രവൃത്തി ആരോഗ്യം അങ്ങനത്തെ PT-ൻ്റെയും ആർട്ടിൻ്റെയും വർക്കിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറാണ് നമ്മൾ കുലുക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ശേഷം നമ്മൾ തുറന്നു. അപ്പോൾ ഞാൻ ഇതിൽ ലാസ്റ്റ് ഗ്രീൻ ചാനലല്ലേ നമ്മൾ ചെയ്തത്. അതിന് ശേഷം ഗ്രീൻ ചെയ്തത് ഞാൻ ഇട്ടിരുന്നു ഗൈസ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കളറില്ലാത്ത നോർമൽ ഇംഗ്ലീഷ് പേപ്പേഴ്സൊക്കെ വെട്ടിയെടുത്തിട്ടുള്ള കുറച്ച് ചാനലും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 2 ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൺഡേ ആണെന്ന് തോന്നുന്നു. അതിന് ശേഷം നമ്മളിതാ ഇപ്പോൾ ബ്രൗൺ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് പൊളിക്കാട്ടോ. നമ്മളാരും ജേണൽ വൈബിലെത്തുന്ന ഈ വെക്കേഷനിലാണ്. അപ്പോൾ എനിക്ക് വെള്ളിയാഴ്ച ഓണപ്പരിപാടിയാണ്, പക്ഷെ ഞാനൊന്നും പോകുന്നില്ല. അവിടെ ഞാനിങ്ങനെ ഓണക്കളിക്കൊന്നും കൂടാത്തതാണ്. അപ്പം ഞാൻ പിന്നെ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് സ്പോർട്സിനും കൂടത്തില്ല, ഒന്നിനും കൂടാത്തത് കൊണ്ട് തന്നെ ഞാൻ വെറുതെ പോകാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പൊളിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് കാത്തിരിക്കുക. ഞാൻ പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കും. ശേഷം നമ്മൾ ബ്രൗൺ ബ്രഷ് പെൻ എടുത്തിട്ട് അതിൽ ഗ്രിഡ് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പേപ്പർ എടുത്തിട്ട് അതിൽ ഗ്രിഡ് വരയ്ക്കുന്നുണ്ട്. എല്ലാം വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഓക്കെ, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രഷ് പെൻ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ ഫാബ്രിക് പെയിൻറ്റോ വാട്ടർ കളറോ ഇനി സ്കെച്ച് പെൻസോ എന്തായാലും യൂസ് ചെയ്താൽ മതി. ഇനി അത് നമ്മൾ അതിലെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഈ ഒരു പേപ്പറിൽ കളർ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ലൈറ്റ് ബ്രൗൺ വിൻറ്റേജ് തീം പോലെയാണ് ഞാൻ ആ ഒരു കളർ അടിച്ചിട്ടുള്ളത്. അത് അടിക്കാൻ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഴയ കാപ്പിപ്പൊടി, എൻ്റെ വീട്ടിലിപ്പോൾ പഴയതുണ്ട് കാപ്പിപ്പൊടി. ഇനി പഴയതില്ലാത്തവരാണെങ്കിൽ ഉള്ള കാപ്പിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടൻ ചായൻ്റെ പോലെ ഒരു വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കൊന്നും വേണ്ട, വെള്ളം ഒഴിച്ചിട്ട് ഒരിതുണ്ടാവില്ലേ, അത് നമ്മൾ അടിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന എങ്ങനെയാണോ ചിത്രമാണ് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വരച്ച് അതിനെക്കൊണ്ട് കളറൊക്കെ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അത് ഉണക്കാൻ വെക്കുകയോ അല്ലെങ്കിൽ ഇസ്തിരി ഇട്ടെടുക്കുകയോ ചെയ്യാം. ഞാൻ ഇസ്തിരി ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ആ ക്ലിപ്പ് വെറുതെ ഒന്ന് കുത്തി വെച്ചതാണ്. അപ്പോൾ ഞാൻ കുറേ ഇത് കുത്തണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇത്രയും നാൾ കുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുത്തി എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് ഏത് രീതിയിലാണോ അതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ അപ്പോൾ അങ്ങനെ നിങ്ങൾ കോഫി വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൻറ്റേജ് പോലെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് വെച്ച് ചെയ്യാമല്ലോ. ബ്രൗണും വിൻറ്റേജ് ബ്രൗൺ എന്ന് പറയുമ്പോൾ ഒരു വിൻറ്റേജ് പോലെ എത്തുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ശേഷം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. ഇത് ഞാൻ ഫോട്ടോസ്റ്റാറ്റിൽ പോയിട്ട് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ ഒന്നിന് ഒരു ഷീറ്റിന്, അതായത് ഒരു A4 ഷീറ്റിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു A4 ഷീറ്റിന് 40 രൂപ. ഒരു A4 ഷീറ്റ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി 40 രൂപയാണ് വില വരുന്നതെന്ന്. അപ്പോൾ ഞാനങ്ങനെ ഒരു A4 ഷീറ്റിൽ 2 എണ്ണം പ്രിൻ്റ് എടുത്തു. ഇനി നിങ്ങൾക്ക് സ്റ്റിക്കർ പ്രിൻ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, കളർ പ്രിൻ്റായാലും ചെയ്യാം. എന്നിട്ട് നിങ്ങൾ വെട്ടി പശ തേച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. നമ്മൾ സ്റ്റിക്കേഴ്സ് ഒരു ബുക്ക് ഞാൻ അട്ടിക്ക് വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്കറിൻ്റെ ഒന്നും, പിന്നെ നമ്മൾ ഒട്ടിക്കുന്നത് ഒരു ക്യാമറേൻ്റെ ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുറേ നേരം തപ്പിയിട്ടാണ്, അതിന് മുന്നേ ഇത് ഒട്ടിക്കുന്നുണ്ട്. ഇത് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ക്യാമറേൻ്റെ ഒട്ടിക്കുന്നത്. നിങ്ങൾ ശരിക്കും നോക്കിക്കോ. ഇത് ഇനി നിങ്ങൾക്ക് ഈ ചിത്രം വേണമെന്നൊന്നുമില്ല കേട്ടോ, ഇതെന്നെ ഒട്ടിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങളെടുത്ത് നിങ്ങൾക്ക് വരച്ചിട്ട് ആക്കാനാവുന്ന, എനിക്കിപ്പോൾ വരക്കാൻ അത്ര വലിയ കഴിവൊന്നുമില്ല. നിങ്ങൾക്ക് വരച്ചിട്ട്
ഉണ്ടാക്കാനാകുമെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും ഇതേ സ്റ്റിക്കറൊന്നും വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്, ഇപ്പോൾ ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, ഇനി വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ ക്യാമറയുടെ ഒരു ചിത്രമാണ് ഒട്ടിക്കുന്നത്. ഈ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് മഴയുടെ ഒച്ച കേൾക്കുന്നുണ്ടോയെന്ന് അറിയാൻ പാടില്ല. മഴയുണ്ട് കേട്ടോ, ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പാറുന്നുണ്ട്. ശേഷം നമ്മൾ ആ ക്യാമറയുടെ ഒട്ടിച്ചെടുത്ത് നിങ്ങൾക്ക് അവിടെ മഴയുണ്ടോയെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരെ ക്രാഫ്റ്റിന് ഇരുന്നതാണ് കേട്ടോ. വന്ന് ഞാൻ കുളിച്ചിപ്പോൾ ക്രാഫ്റ്റിന് ഇരുന്നിട്ട് ഇപ്പോൾ 7:58, 8 മണിക്കാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. 7:58. ഇത് കഴിഞ്ഞപാട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മളത് ഈ ഒരു ഞാൻ ലാസ്റ്റ് അത് വായിച്ചു തരാം. ലാസ്റ്റ് എല്ലാം കൂടി ഞാൻ വായിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് നമ്മൾ ജേണൽ മൊത്തത്തിൽ കാണിക്കുമ്പോൾ, അതായത് ആ ഒരു പേജ് മൊത്തത്തിൽ കാണിക്കുമ്പോൾ ഞാൻ വേർഡ്സ് വായിച്ചിരുന്നതായിരിക്കും. ഞാനൊരു വേർഡ്സ് എഴുതിയത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ഞാനൊരു പിൻട്രസ്റ്റിൽ പോയി സെലക്ട് ചെയ്തപ്പോൾ ഉണ്ടായതാണ്. ആ ഒരു പിക്ചറിൽ ഉണ്ടായ വേർഡ്സൊക്കെയാണ് കേട്ടോ. അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എന്താ പറയുക, ആ ഒരു ഡ്രീം ഓൺ ലിറ്റിൽ ഡ്രീമർ എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എഴുതാനാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, ആ കാപ്പിപ്പൊടിയുടെ ഒരു മിക്സ് ഇല്ലേ, അത് പെയിൻ്റ് അടിക്കുന്ന പോലെ അടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് അത് ജസ്റ്റ് ഒന്ന് ഇസ്തിരി ഇട്ടിട്ട് വന്നു കേട്ടോ. എന്നിട്ട് ആദ്യം ആ പൊടി ഇങ്ങനെ തരി പൊടി ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം അതൊന്ന് ഇസ്തിരി ഇട്ടിട്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ ഡ്രീം ഓൺ ലിറ്റിൽ ഡ്രീമർ എന്നുള്ളത് ഒരു സ്കെച്ച് പെന്ന് വെച്ചിട്ട് എഴുതിയിട്ട് മുറിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ, ഷോർട്സൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ആകെ ഫോൺ എടുക്കാറുള്ളത് ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണല്ല, അമ്മയുടെ ഫോൺ. ഇത് അമ്മമ്മയുടെ ആണ്. ആരുടെ ആയാലും ഞാൻ ഫോൺ എടുക്കുന്നത് മെയിനായിട്ട് ചാനലിൽ നോക്കാൻ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐഡിയാസ് നോക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ ക്രാഫ്റ്റ് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ പല ചാനൽസ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ വിൻഡോ ടൈപ്പ് ചാനലൊക്കെ ഉണ്ടാവില്ലേ, ജനൽ തുറന്നു തരുന്നു, അതുപോലത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഡ്രീം ഓൺ ലിറ്റിൽ ഡ്രീമർ എന്നല്ലേ. പിന്നെ നമ്മൾ അതേ കാപ്പിപ്പൊടി വെച്ചിട്ട് ഒരു ചെടി പോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചെടി ആ ഒരു സ്ഥലത്ത് കൊള്ളുമെന്ന് എനിക്കറിയില്ല, കൊള്ളുന്നില്ലെങ്കിൽ ഞാൻ പകുതി മുറിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പശയൊക്കെ ആക്കി ഒട്ടിക്കാൻ നോക്കുമ്പോഴേക്ക് അതതിൽ കൊള്ളുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായി ചെയ്യുന്നത് പോലെ അതങ്ങ് മുറിച്ച് കളയും, അത്ര തന്നെ. പക്ഷെ പശ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ പശ ആക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഞാനവിടെ ഒട്ടിക്കുന്നത് വരെ എത്തിയിട്ടുണ്ട്. ഞാൻ ഒട്ടിക്കാൻ നോക്കുമ്പോൾ അത് നിൽക്കുന്നില്ല. അപ്പോൾ നിൽക്കുന്നില്ല എന്നല്ല, അത് മുകളിലേക്ക് എത്തുന്ന ഡ്രീം ഓൺ ലിറ്റിൽ ഡ്രീമറിൻ്റെ ആ ഒരു ഒട്ടിച്ചെടുത്തേക്ക് അത് വരുന്നത് കൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ കത്രിക മാറ്റുന്നത് കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അത് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ജേണൽ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ആക്കുന്നതൊക്കെ കാണിച്ചതുകൊണ്ടാണ്, ഇല്ലാതെ എല്ലാം എൻ്റെ അടുത്ത് ഓൾറെഡി ചെയ്ത് വെച്ചതാണെങ്കിൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റിയൊരു ജേണലാണ്. പക്ഷേ നമ്മൾ ആ ക്ലിപ്പൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ആ ഒരു ക്യാമറയുടേത് കുറച്ച് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ ക്യാമറയുടെ സ്റ്റിക്കർ അപ്പോൾ ഞാനതൊന്ന് പറിച്ച് നേരെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ചാനൽ. നിങ്ങൾക്കിനി ഞാൻ വായിച്ചു തരാം. ഞാൻ ഡ്രീം ഓൺ ലിറ്റിൽ ഡ്രീമറൊക്കെ വായിച്ചു തന്നതാണ്, പക്ഷേ അത് ഞാൻ ചെറുതായിട്ടാണ് ഒട്ടിച്ചത്, വായിച്ചു തന്നില്ല. ഇതാണ് ഈ രണ്ടെണ്ണമാണ് ഞാൻ അന്ന് ചെയ്തത് പറഞ്ഞത് കേട്ടോ. സൺഡേ ചെയ്തതാണ്. ഞാൻ പിന്നെ വീഡിയോ ഇട്ടില്ല എന്നേ ഉള്ളൂ, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്തതാണ്. ആ പല ന്യൂസ് പേപ്പർ പോലെ ഞാൻ ഒട്ടിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ. യു bury yourself in your books. അല്ലേ ഗൈസ്, ഇത് ഷെയ്ക്ക് ആവുന്നതുകൊണ്ട് എനിക്ക് തന്നെ
ബുക്സ് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, യു ബറി യുവർ സെൽഫ് എന്തോ ഒരു ബുക്സ്. അപ്പോൾ ഇന്നത്തെ ജേണൽ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.